എൻ്റെ പേര് സിബി ബഷീർ. ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഞാൻ സാധാരണ സൈലൻസറിൻ്റെ ഇതുപോലെ സൈലൻസർ എക്സോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിന് കോറെന്ന് പറയും, ചിലർ ഫ്ലൂട്ടെന്ന് പറയും, പല രീതിയിൽ പറയും. സൈലൻസർ എക്സോസ്റ്റ് എന്നാണ് യമഹയുടെ കാറ്റലോഗിനകത്ത് കാണിക്കുന്നത്. അപ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഈ സാധനം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നുള്ള ചെറിയൊരു എനിക്കറിയാവുന്ന ഒരു ചെറിയൊരു ഐഡിയാസും ട്രിക്സുമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമുക്ക് വേണ്ടത് കുറച്ച് മെഷർമെൻറ്റാണ്. ഇതിനകത്ത മെഷർമെൻറ്റുകളാണ് വേണ്ടത്. ഈ മെഷർമെൻറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി വേ എന്ന് പറയുന്നത്, നിലവിൽ എത്ര ഷെൽസ് ഉണ്ടെന്ന് ഇതിനകത്തെ ഷെല്ലുകൾ, ഇത് ലാസ്റ്റ് ഫിൽട്ടർ സൈഡ് വരുന്ന ഷെല്ല്, ഇതിൻ്റെ ഡിസ്റ്റൻസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4 ഷെല്ല്. ഈ 4 ഷെല്ലിൽ 6 വോൾ വരും, നോർമൽ വരും, ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കൂടെ വരാം. ഈ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ആണെങ്കിൽ കൂടി ഇത് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പരിപാടികളാണ് ഞാനീ പറഞ്ഞു തരുന്നത്. നമുക്കിപ്പോൾ ഈ എടുത്തിരിക്കുന്ന നമുക്ക് ചെയ്യാൻ ഈ എക്സോസ്റ്റ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് നിലവിൽ 10. നമുക്കിതൊരു 10 എടുക്കാം. 10 ഇല്ലെങ്കിൽ ഒരു 10.25 എടുക്കാം. 10.25 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സോസ്റ്റിനോട്ട് വന്നിട്ട് വെളിയിലോട്ട് പോകുന്ന ഈ ഫസ്റ്റ് ഷെല്ല് ക്ലോസ് ചെയ്തതിനകത്തുനിന്ന് ഈ കൊടുത്തിരിക്കുന്ന ഈ മഫറിൻ്റെ അകത്തോട്ട് കയറി, ഇതിനകത്ത് കയറി ഒരു സ്ഥലത്ത് ഓപ്പണിംഗ് ഇല്ലാതെ നേരെ വന്ന് ഇവിടെ നിന്ന് ഫിൽട്ടർ എയർ കംപ്രസറാവും. എയർ നമ്മൾ ഇതിനകത്ത് ഗ്ലാസ്സുകൾ കാര്യങ്ങൾ നിറയ്ക്കുമ്പോൾ ഇതിനകത്ത് എയർ കംപ്രസ്സാവും. എയറിനെ കംപ്രസ് ചെയ്യുന്ന ഏരിയയാണ് ഈ സ്ഥലം. ഈ സ്ഥലം ഇതിന് ഓവർ വലിപ്പം കൂട്ടിയാൽ സൗണ്ടിനെ ഹാഡാക്കാൻ പറ്റത്തില്ല. ഒരു ബേസ് ടോണിലോട്ട് പോകും, വേറൊരു മോഡലായിരിക്കും വരുന്നത്. പിന്നെ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ ഇതേപോലത്തെ ഈ പീസ് ഒറിജിനൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് ഒറിജിനൽ പീസ് ഇവിടെ വരുന്ന ടൈപ്പ് ഉണ്ട്. ആ ഫിൽട്ടർ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് ഇതിനകത്തെ അളവ്, ഇതിനകത്തെ ഷെൽസിൻ്റെ ഇന്നർ ഡയ ID എന്ന് പറയും, ID എടുത്തിട്ട് ആ IDയുടെ ഹോൾസ് കറക്റ്റ് ആക്കണം. ആ ഹോള് എത്ര അളവുണ്ടെന്ന് നോക്കിയിട്ട് ആ ഹോളും ഈ എടുത്തിരിക്കുന്ന പൈപ്പോ അല്ലെങ്കിൽ നോർമലി നമ്മൾ ഇതുപോലെ എടുക്കുന്ന ഷീറ്റിനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സാധനം കറക്റ്റ് ഹോളിനോട് ചേർന്നായിരിക്കണം ഈ സാധനം നിൽക്കേണ്ടത്. അതേസമയം ഹോളിനോട് ചേർന്ന് ഇതുപോലെ മാറി നിന്നാൽ ഇതിനകത്തുനിന്ന് വരുന്ന സൗണ്ടിനെ ക്ലാരിറ്റി കിട്ടത്തില്ല, ഓവർ സൈസ് വെളിയിൽ കൂടെ പോകും. അത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹോളുമായിട്ട് മാച്ചിങ് ആയിരിക്കണം. മാച്ചിങ് ആയി അത് ആ സാധനം അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതേപോലൊരു ഷീറ്റ് എടുത്ത് ആ ഷീറ്റ് കറക്റ്റാണോ എന്ന് നോക്കി ഇന്നർ ID എടുത്ത് ആ അളവിന് ഒരു പീസ് വളച്ചെടുത്തിട്ട് നെക്സ്റ്റ് പറയുന്നതാണ് നിങ്ങൾക്ക് ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്. ഇതുപോലൊരു തകിട്, ഈ തകിട് നമ്മുടെ ഒരു വിരലിൻ്റെ ചുറ്റളവിനുള്ള സൈസ്, അതേപോലെ 6.5 സെൻറ്റിമീറ്റർ വേണേലും എടുക്കാം. 6.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വീതിയാണ് ഇത്ര, 6.5 സെൻറ്റിമീറ്റർ, 6.5. ചിലർ 7 എടുക്കും, ഇല്ലേ 6.25 എടുക്കാം. എടുത്ത് ഈ സാധനത്തിന് നമുക്ക് വളച്ചെടുക്കണം. ചിലർ പല രീതിയിലെടുക്കും കേട്ടോ ഈ സാധനം. ഞാൻ പറയുകയാണ്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് വളരെ കുറവാണ്. 5.75 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം 6, 6.25, 7 പല രീതിയിലെടുക്കും. ഞാൻ എടുത്തിരിക്കുന്നത് വളരെ കുറവാണ് ഈ സാധനം. എന്നിട്ട് ഇതിനെ ഇതേപോലെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുക. 1, 2, 3, 1, 2 ഇങ്ങനെ ഹോളിടാൻ വേണ്ടിയിട്ട് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്തതിന് ശേഷം ഇത് ഹോളാക്കി 2 സൈഡ് ഇതിൻ്റെ ബെൻഡ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ബെൻഡ് ചെയ്തെടുക്കുമ്പം സാധാരണ ഒരു ഇതേപോലത്തെ ഒരു പീസ് വരും. അപ്പോൾ എന്തെടുക്കണം, നമ്മുടെ ഈ പറഞ്ഞ ഫസ്റ്റ് ഫിൽട്ടർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് പുറകിൽ വേണം ഈ ഫിൽട്ടർ കോർ ഇവിടെ വരാൻ. ഇത്രയും. അപ്പം കറക്റ്റ് അളവ് ഇവിടം വരെയുള്ള അളവെടുക്കുക. അത് പല സൈലൻസറിന് പല രീതിയിൽ മാറും. അതുകൊണ്ടാണ് ഇതെടുത്തിട്ട് ഇതിനെ ഇവിടെ വെച്ച് വെൽഡ് ചെയ്യുക. ഇങ്ങനെ വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് വെൽഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ, എന്നിട്ട് ഈ സാധനം ഇതിനകത്തോട്ട് കയറ്റി വിടുക.
കറക്റ്റായിരിക്കണം. ചേഞ്ചില്ല, ഇത് സാധനം കയറ്റി വിടുക. ഈ പീസ് നമുക്ക് ഒറിജിനൽ ഇല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സൈലൻസറിൻ്റെ കിട്ടുവാണെങ്കിൽ അതിലോട്ട് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഈ വളച്ചെടുക്കുന്ന ഈ ബെൻഡ് ചെയ്തെടുക്കുന്നത് ഇതും നമ്മളെടുത്ത ഈ പീസുമായിട്ട് ഡെൻഡ് ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിനകത്ത് ഫസ്റ്റ് ഷെല്ല് ഇവിടെയാണ്, ഇതിൻ്റെ ഫസ്റ്റ് ഷെല്ല് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ചോണം, ഈ സാധനം എവിടെയാണ് വന്ന് നിൽക്കുന്ന, ഷെല്ല് ഇവിടെ ആയിരിക്കുന്നത്, പക്ഷേ ഈ സാധനം മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം എവിടെയാണ്, വേറെ. ഇതിനകത്ത് വരുന്നത് ഇങ്ങനെ കയറിപ്പോവും, വ്യത്യാസം വരും. ഈ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സൗണ്ട് കറക്റ്റ് കാര്യങ്ങൾ കിട്ടാത്തത്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട്. ഇനിയും നമുക്ക് വേണം നല്ലൊരു വീഡിയോ പൊളിച്ച് വെച്ചതിന് ശേഷം ചെയ്യാം സൈലൻസർ. ഞാൻ വേണം ഈ ഉണ്ടാക്കുന്ന ഒരു കോറ് ഞാൻ ഉണ്ടാക്കുന്ന ഏതാണെന്നുള്ളതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇനിയും ഇടാം. ഇതിപ്പോൾ മലയാളത്തിലാണ്, ഇപ്പം നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതേ വീഡിയോ തന്നെ തമിഴിൽ ഹിന്ദിയിലും വേണമെങ്കിലും ചെയ്യാം.